ചൊവ്വയിലെ ക്രേറ്ററുകളിലൂടെയും മണലിലൂടെയും നിങ്ങളൊരു BMW കാർ ഓടിച്ചുകൊണ്ട് പോകുന്ന സങ്കല്പിച്ചു. പക്ഷെ ആ BMW കാർ ഒരിക്കലും ഒരു പെട്രോൾ വണ്ടിയോ ഡീസൽ വണ്ടിയോ ആകില്ല. അതൊരു ഇലക്ട്രിക് ആയിരിക്കും. ചൊവ്വയിലെ വണ്ടികളുടെ രഹസ്യങ്ങളിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ആദ്യത്തെ കുഴപ്പം എഞ്ചിനാണ്. കാരണം നമ്മളുടെ ഈ ഫ്യൂല് കത്തിക്കുന്ന പരിപാടിയൊന്നും ചൊവ്വയിൽ നടക്കില്ല. കാരണം അവിടെ ഓക്സിജൻ ഇല്ല. നമുക്ക് എന്തായാലും ചൊവ്വയുടെ അന്തരീക്ഷം മുഴുവൻ ഓക്സിജൻ നിറക്കാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ള വഴി ഇലക്ട്രിക് വെഹിക്കിൾസ് ഉപയോഗിക്കുക എന്നതാണ്. വണ്ടിക്കുള്ളിൽ ബാറ്ററി സോളാർ മാത്രമല്ല, ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റും കൂടി ഉണ്ടാവും. അതുകൊണ്ട് ചാർജ് തീരുന്ന പേടി വേണ്ട. നമ്മുടെ റബ്ബർ ടയർ ഒക്കെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തണുപ്പ് കൊണ്ട് അത് പപ്പടം പോലെ പൊടിഞ്ഞു. അതുകൊണ്ട് അവിടെ നൈറ്റിനോൾ എന്ന് പറയുന്ന ലോഹം കൊണ്ടുള്ള ടയറായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്നത്. അത് കാണാൻ ഏകദേശം ഒരു വല പോലെ ഇരിക്കും. ഒരു കല്ലിൽ കയറിയാൽ ടയർ അമരും, എന്നിട്ട് കല്ല് കഴിയുമ്പോൾ പഴയപടിയാവും. അതുകൊണ്ട് പഞ്ചറാവുമെന്ന പേടി വേണ്ട. അവിടെ രാത്രികളിൽ വളരെയധികം തണുപ്പാണ്. അതുകൊണ്ട് ലൂബ്രിക്കന്റ് ഒക്കെ ഐസ്ക്രീം പോലെയാവും. അതുകൊണ്ട് ചൂട് നിലനിർത്താൻ നേരത്തെ പറഞ്ഞ ന്യൂക്ലിയർ ബാറ്ററികൾ ഉപയോഗിക്കും. ഗ്രാവിറ്റി കുറവായതുകൊണ്ട് വണ്ടിക്ക് ഭാരക്കുറവ് അനുഭവപ്പെടും. അതുകൊണ്ട് അവിടെ നമ്മൾ ബ്രേക്ക് പിടിച്ചാൽ അത്ര പെട്ടെന്നൊന്നും നിൽക്കില്ല. വണ്ടി കുറച്ചൊന്ന് തെന്നിയിട്ടേ നിൽക്കത്തുള്ളൂ. ഇപ്പോൾ ചൊവ്വയിലോടുന്ന പെർസിവറൻസ് റോവറിന്റെ ടോപ്പ് സ്പീഡ് 0.12 മൈൽ പെർ അവർ ആണ്. ആമ ചെയ്യുന്നതിനേക്കാൾ പതിയെ. ഇനി നമ്മൾ അവിടെ ഓടിക്കാൻ പോകുന്ന വണ്ടികളുടെ സ്പീഡ് എന്തായിരിക്കും? എന്തായാലും ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.